എന്റെ അനിയന് എന്തെങ്കിലും കുഴപ്പമുണ്ടായ നിങ്ങളെ പിന്നെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ. അമ്മായി അമ്മായി വന്നേ. അച്ഛാ മോളെ അമ്മായി കൊണ്ടുപോയിക്കോ. പോയിക്കോ ചേച്ചി. അമ്മായി വന്നേ. എന്തായാലും ഞാനിതൊന്ന് കഴിച്ചു തീർത്തോട്ടെ. പരീക്ഷണങ്ങൾ അവസാനിക്കുന്നില്ല അല്ലേ സരസ്വതി അമ്മേ? നവീന്റെ ഭാര്യ സ്ഥാനത്ത് കൃഷ്ണ വന്ന് നിൽക്കുമ്പോ എല്ലാം ശാന്തമാണ്. നാഗത്തറയിലേക്ക് പോകുമ്പോ പോലും വല്ലാത്തൊരു പ്രസന്നതയുണ്ട്. മറിച്ച് ഗാഥ ആ പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അനിഷ്ടങ്ങൾ തുടങ്ങും. ഇപ്പോ അത് ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ്. നാഗദൈവങ്ങൾ കോപാകുലരാണ്. അവരുടെ അപ്രീതിക്ക് കാരണമായത് സംഭവിച്ചിരിക്കുന്നു. അക്കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ നാഗകോപത്തിന് കളരിക്കൽ കുടുംബത്തിന്റെ പരമ്പരകൾ ഉത്തരവാദികളല്ല. പരിപൂർണ ഉത്തരവാദിത്തം ഗാഥ എന്ന പെൺകുട്ടിക്ക് തന്നെയാണ്. ഈശ്വര, ഇത്രയും കാലം നവീനും ഗാഥയും തമ്മിൽ ഒരു ബന്ധം സുദൃഢമാകാതിരിക്കാൻ നാഗദൈവങ്ങൾ കാവൽ നിന്നു. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഗാഥ ചെയ്ത നിഷേധങ്ങൾക്ക് പകരമായി ജീവൻ തന്നെയാണ് നാഗദൈവങ്ങൾ ചോദിക്കുന്നത്. ഒരു കാര്യം മനസ്സിൽ വെച്ചോളൂ. ദ്രോഹകാരണമായ ഗാഥയ്ക്കൊപ്പം നവീൻ ഒരു മുറിയിൽ ഒരുമിച്ച് കഴിയുക എന്ന് പറയുന്നത് നവീന്റെ ജീവൻ ആപത്താണ്. പ്രതിവിധി എന്തെങ്കിലും? ദ്രോഹങ്ങൾക്ക് പരിഹാരമുണ്ടെങ്കിലും അതിന്റെ ആരൂഢം ദൈവങ്ങൾ മനസ്സിൽ തോന്നിപ്പിക്കും. ഇപ്പൊ നമ്മുടെ മനസ്സ് ശൂന്യമാണ്. അതിനർത്ഥം ഇപ്പോഴുള്ള നാഗദോഷത്തിന് പരിഹാരമില്ല എന്ന് തന്നെയാണ്. അങ്ങ് കൂടി കൈയൊഴിഞ്ഞ ചില കാര്യങ്ങൾ വിധിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അവിടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. മനസ്സുറപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. വേണ്ട കാര്യങ്ങളൊക്കെ നാം ചെയ്യാം. പക്ഷേ അപകടം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. എന്റെ ഈശ്വര, അനിയ, അയ്യോ അനിയ, മോളെ മോനെ, നിനക്ക് ഗതി വന്നല്ലോ. ചേച്ചി, എന്റെ ദൈവമേ, എന്താ ഞാനീ കാണുന്നത്? എന്റെ അനിയൻകുട്ട, നിന്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ. ചേച്ചി വിഷമിക്കണ്ട. നിന്നെ കോലത്തിൽ കണ്ടിട്ട് ചേച്ചിക്ക് എങ്ങനെയാടാ സഹിക്കാൻ പറ്റുക? ഇന്നലെ ഞാൻ വരാതിരുന്നത് കണ്ടാ താങ്ങാൻ പറ്റില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. ഇന്ന് അവരെന്നെ കോടതിയിൽ ഹാജരാക്കുക. വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ജാമ്യം കിട്ടുന്നു തന്നെയാ വക്കീല് പറഞ്ഞത്. ജാമ്യം കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാ. പിന്നെ എന്തെങ്കിലും മിറക്കൾ സംഭവിച്ച് എന്നെ ജയിലിലേക്ക് അയച്ചാ എന്റെ മോളെ നോക്കിക്കോണം. അതെന്നോട് പ്രത്യേകം പറയണോടാ. കൃഷ്ണ മോളെ എന്റെയും മോളല്ലേ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ, പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പോലും കണ്ണടയ്ക്കുന്ന അവസ്ഥയാ. ഇന്നലെ വലിയ ധൈര്യം പറഞ്ഞ് അച്ഛൻ്റെ അടുത്തുനിന്ന് പോയ ആളായത്. എല്ലാവരും നോക്കിക്കൊള്ളാന്ന് അച്ഛനോട് സമ്മതിച്ചതാ. രണ്ടുപേരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ശാന്തിയെ.
അവളുടെ അവസ്ഥ അറിയാലോ, ഒട്ടും സുഖമില്ലാത്തതാ. ശാന്തിക്ക് ഒരു കുറവും വരില്ലടാ. വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ, ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ. നമുക്ക് കോടതി കയറി വിധി എഴുതാൻ പറ്റില്ലല്ലോ ചേച്ചി. അതെ, പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ പോവാ. രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിക്കേ. അല്ല സാറേ, ഇത് എവിടത്തെ നിയമ? ഞങ്ങളുടെ കുടുംബത്ത് കൊല്ലാൻ കയറിയ ഒരുത്തനെ തടയാൻ നോക്കിയതല്ലേ എന്റെ അനിയൻ. അപ്പൊ അവനെങ്ങനെയാ സാറേ കുറ്റവാളിയാകുന്നേ? നിങ്ങളോട് ഞാൻ പുറത്തു പോകാൻ പറഞ്ഞില്ലേ? സാറെന്താ എന്റെ ചോദ്യത്തിന് മറുപടി പറയാത്തത്? സാറിന് ഞങ്ങളോട് എന്തെങ്കിലും പൂർവ്വ വൈരാഗ്യമുണ്ടോ? അതോ കൊല്ലാൻ വന്നവനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ചേച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കാനിയാ. യൂണിഫോം ഇട്ട് കഴിഞ്ഞാ ഇവരോടൊന്നും സംസാരിച്ചു കൂടാതില്ലല്ലോ. പോലീസുകാരുടെ തനി സ്വഭാവം നമുക്ക് അറിയാവുന്നതല്ലേ. നോക്ക്, നിങ്ങൾ ഇവിടെ കിടന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അതിന്റെ ദോഷം അയാൾക്ക് തന്നെയായിരിക്കും. വേണ്ട സർ, അമ്മായി നമുക്ക് ഇറങ്ങാം. കോടതിയെ കൊണ്ടുപോകുന്നതൊക്കെ ശരിയാ സാറേ. അവിടെ ചെല്ലുമ്പോ സാർ എഴുതി വെച്ച റിപ്പോർട്ടിന്റെ പേരില് എന്റെ അനിയന് എന്തെങ്കിലും കുഴപ്പമുണ്ടായ നിങ്ങളെ പിന്നെ ഞാൻ വെറുതെ വിടില്ല. നോക്കിക്കോ. അമ്മായി വന്നേ. അച്ഛാ, മോളെ അമ്മായി കൊണ്ടുപോയിക്കോ. പോയിക്കോ ചേച്ചി. അമ്മായി വന്നേ. ആ CIA അയാളെന്നെ നിയമം പഠിപ്പിക്കുക. നമ്മൾ കാണാത്താണ് പോലീസുകാരെ മൂർത്തി. അനിയനെ കാണാനും കഞ്ഞി കുടിക്കാനൊക്കെ എത്ര പേര് വന്നു പോയിരിക്കുന്നു പുഴയോരത്ത്. മാഡം ഒന്ന് അടങ്ങ്. നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അത് ശ്രീനിവാസ് സാറിനെ അല്ലേ ബാധിക്കുക? ആ CI അത് പറഞ്ഞില്ലേ അമ്മായി? ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അച്ഛൻ പോട്ടെ മോളെ. അച്ഛൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. Hmm.